നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ പണി കിട്ടിയിരിക്കുന്നതും പണിയെടുക്കേണ്ടതും ഇപ്പോൾ KSRTC ജീവനക്കാരാണ്. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് KSRTC ജീവനക്കാർ. വരവും ചെലവും തമ്മിൽ ചേരുന്നില്ല എന്ന് ആരോപിക്കുകയാണ് മന്ത്രി. ഇതുകൊണ്ടാണ് കൃത്യസമയത്ത് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്തതെന്നും ചെറിയ ചെലവുകൾ പോലും നിയന്ത്രിക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അതിന് തുടക്കമിടുകയാണ് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ. വൈദ്യുതി ബസ്സുകളുമായുള്ള വിവാദം ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ KSRTCയെ കരകയറ്റാനാവുമോ എന്ന പരീക്ഷണ ശ്രമത്തിലാണ് മന്ത്രി. അനാവശ്യ ചെലവുകൾ പരമാവധി കുറയ്ക്കും. അങ്ങനെ നഷ്ടം കുറയ്ക്കാനാണ് ആദ്യഘട്ടത്തിലെ പദ്ധതി. അതിനായി KSRTCയിൽ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ബില്ലുകൾ കുറയ്ക്കാനാണ് നിർദ്ദേശം. ആവശ്യമില്ലാതെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജല അതോറിറ്റിയുടെ ടാപ്പുകൾ പൂട്ടണമെന്നും ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് നിർദ്ദേശം. ബിൽ തുകയിൽ കുറവ് വരുത്തുന്ന ഡിപ്പോകൾക്ക് സമ്മാനവും ലഭിക്കും. ഇതിനൊപ്പം ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ സ്മാർട്ട് സാറ്റർഡേയും നടപ്പാക്കും. ഇതോടെ കൂടുതൽ യാത്രക്കാർ ബസ് സ്റ്റേഷനുകളിലേക്ക് വരും. ബസ്സിൽ ശുചിയായ സാഹചര്യമുണ്ടാക്കി ശുഭയാത്രയാണ് ഗണേഷിന്റെ പദ്ധതി. എല്ലാ ശനിയാഴ്ചകളിലും ജീവനക്കാർ ഉച്ചയ്ക്ക് ശേഷം ഓഫീസുകൾ വൃത്തിയാക്കണം. ഇതിന്റെ പ്രതിവാര റിപ്പോർട്ട് യൂണിറ്റ് അധികാരികൾ തയ്യാറാക്കണം. KSRTCയിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനൊപ്പം ഈ പരിസര ശുചീകരണവും ശ്രദ്ധയിലുണ്ടാകണം. മുമ്പുണ്ടായിരുന്ന വൈദ്യുതി ബിൽ, ജല അതോറിറ്റി ബിൽ തുകകളിൽ കുറവ് വരുത്തുന്ന യൂണിറ്റുകൾക്കും ഓഫീസുകൾക്കും പ്രശംസാപത്രമടക്കം നൽകും. അനാവശ്യമായി ഫാനും ലൈറ്റും പ്രവർത്തിപ്പിക്കുന്ന ഓഫീസുകൾ കണ്ടെത്താനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിന് വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ KSRTC വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഓഫീസിനുള്ളിലും പരിസരത്തുമുള്ള നോട്ടീസുകൾ, പഴയ അലങ്കാര വസ്തുക്കൾ, ചുവർ ചിത്രങ്ങൾ എന്നിവ നീക്കം ചെയ്യണം. ട്രേഡ് യൂണിയൻ നോട്ടീസുകൾ ഇതിൽ ഉൾപ്പെടുമോ എന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുമില്ല. ഫയലുകളും രജിസ്റ്ററുകളും അലമാരകളിൽ അടുക്കി വെക്കണം. കാലഹരണപ്പെട്ട ഫയലുകൾ നശിപ്പിക്കാൻ ഫയൽ നമ്പർ സഹിതം പ്രത്യേക രജിസ്റ്ററിൽ സൂക്ഷിക്കണം. കടലാസുകളും സ്റ്റേഷനറി സാധനങ്ങളും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവുമുണ്ട്. ഇതിലെല്ലാം ചെലവുകൾ കുറയ്ക്കാം. ചെറിയ ചെലവുകൾ പോലും താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സർക്കുലറിന് പിന്നിലെന്ന് വ്യക്തമാകുന്നു. അനാവശ്യ ചെലവുകൾ പരമാവധി നിയന്ത്രിച്ച് ആധുനീകരണം നടപ്പാക്കി പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരമാക്കുകയുമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ജീവനക്കാർക്കും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രഥമ പരിഗണന. ഇനി സ്റ്റേ ബസ്സുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം പഞ്ചായത്തോ റെസിഡന്റ് അസോസിയേഷനുകളിലോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണെന്നും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെലവ് ചുരുക്കൽ മാർഗനിർദ്ദേശവും എത്തുന്നത്. കൊറിയർ രംഗത്ത് KSRTC നേട്ടമുണ്ടാക്കുന്നുണ്ട്. 7 മാസത്തിനിടെ ഇടപാടിൽ കൈവരിച്ചത്, അതായത് കൊറിയർ ഇടപാടിൽ കൈവരിച്ചത് 5 ഇരട്ടിയിലേറെ വർധനവാണ്. 16 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെവിടെയും കൊറിയർ എത്തിക്കാമെന്നതും മറ്റ് കൊറിയർ സർവീസുകളേക്കാൾ 30% വരെ നിരക്ക് കുറവാണെന്നതുമാണ് പ്രധാന ആകർഷണം. തെങ്കാശി, നാഗർകോവിൽ, മൈസൂരു, ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്തിന് പുറത്ത് KSRTCക്ക് കൊറിയർ സെന്ററുകൾ ഉള്ളത്. രാവിലെ മുതൽ വൈകിട്ട് വരെ 2 ജീവനക്കാരും രാത്രിയിൽ ഒരാളും ഉണ്ടാകും. 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്ന കൗണ്ടറുകളിലെ ജീവനക്കാർ എംപാനൽ ജീവനക്കാരെ ദിവസ വേതനാടിസ്ഥാനത്തിലാണ് കൗണ്ടറുകളുടെ ചുമതല ഏൽപ്പിക്കുന്നത്. വേണ്ടത്ര എംപാനൽ ജീവനക്കാരെ ലഭിക്കാത്തതിനാൽ പുതിയ കളക്ഷൻ സെന്ററുകൾ ആരംഭിക്കാനാകാത്ത അവസ്ഥയും ഇപ്പോൾ KSRTCക്കുണ്ട്. ഇത്തരം വരുമാന മാർഗങ്ങളും KSRTC കൂടുതൽ ശക്തിപ്പെടുത്തും. ഏതായാലും KSRTCയെ അടിമുടി മാറ്റാനും KSRTCയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെയും ഇരുന്ന വകുപ്പുകളിലെല്ലാം വളരെ മികച്ച സേവനവും വളരെ മികച്ച രീതിയിൽ വകുപ്പുകളെ കൊണ്ടുപോയിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് KV ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ KSRTCക്ക് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് എല്ലാ പരിമിതികളെയും കടത്തിവെട്ടിക്കൊണ്ട് മുമ്പോട്ട് വരും എന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. KV ഗണേഷ് കുമാറിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും അതുതന്നെയാണ്.